കാൽസ്യം കുറവുള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്: മുട്ട, തൈര്, പാൽ, ഇറച്ചി. തൈര്. ഉറക്കത്തിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള രോഗം: ഹൃദ്രോഗം, ഷുഗർ, രക്തസമ്മർദ്ദം, ക്യാൻസർ. ഹൃദ്രോഗം. അമിതമായാൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള സുഗന്ധവ്യഞ്ജനം: കറുവപ്പട്ട, ഏല, ജാതിക്ക, മഞ്ഞൾ. ജാതിക്ക. ഏത് പാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്? ചെമ്പ്, മൺപാത്രം, സ്റ്റീൽ, അലൂമിനിയം. മൺപാത്രം. ക്യാൻസർ സാധ്യത ഇല്ലാതാക്കുന്ന അടുക്കളയിലെ വസ്തു: ജീരകം, ഉലുവ, മഞ്ഞൾ, കടുക്. മഞ്ഞൾ. കാൽസ്യം കൂടുതലുള്ള മത്സ്യം: ആവോലി, മത്തി, അയക്കൂറ, മുള്ളൻ. മുള്ളൻ. ശക്തമായ മസിൽ വേദന ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ഡിഫ്തീരിയ, ചിക്കൻ ഗുനിയ, എലിപ്പനി, ചിക്കൻ പോക്സ്. എലിപ്പനി. തടി കൂടി വരുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? വൃക്കരോഗം, ക്യാൻസർ, തൈറോയിഡ്, അൾസർ. തൈറോയിഡ്. ശരീരഭാരം നിയന്ത്രിക്കാൻ ദിവസവും കഴിക്കേണ്ട ഫ്രൂട്ട്: പപ്പായ, വാഴപ്പഴം, സീതപ്പഴം, സ്ട്രോബെറി. സ്ട്രോബെറി. യൂറിക് ആസിഡ് കൂടിയാൽ ശരീരത്തിലുണ്ടാവുന്ന പ്രശ്നം: കാലുവേദന, പുറംവേദന, ജോയിൻ്റ് വേദന, മസിൽ വേദന. ജോയിൻ്റ് വേദന. സ്ലീമീസ് എന്ന് വിളിപ്പേരുള്ള മത്സ്യമേത്? മുള്ളൻ, മത്തി, നെത്തോലി, ചൂര. മുള്ളൻ. തടി കൂടാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കേണ്ടത്: എള്ള്, ഏലക്ക, ജീരകം, ഉലുവ. എള്ള്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം: സൈനസ്, സ്ട്രോക്ക്, ക്യാൻസർ, ഹാർട്ട് ബ്ലോക്ക്. സ്ട്രോക്ക്. ഷുഗർ ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ്: മാമ്പഴം, പൈനാപ്പിൾ, പേരക്ക, പപ്പാഴ. മാമ്പഴം. ഷുഗറിന് കാരണമാകുന്ന അരി: ബ്രൗൺ അരി, വെള്ളയരി, നേരിയരി, കറുത്ത അരി. വെള്ള അരി. അമിതമായി ടെൻഷൻ ഉള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം: തലവേദന, ഹൃദയാഘാതം, സ്ട്രോക്ക്, ഹാർട്ട് ബ്ലോക്ക്. സ്ട്രോക്ക്. ശ്വാസംമുട്ടൽ, കഫക്കെട്ട് മാറാൻ കുട്ടികൾക്ക് ദിവസവും കൊടുക്കേണ്ട മുട്ട: കാടമുട്ട, താറാമുട്ട, കോഴിമുട്ട, എമുമുട്ട. കാടമുട്ട. മത്തി കഴിക്കാൻ പാടില്ലാത്തത് ഏത് രോഗമുള്ളവർക്കാണ്? വൃക്കരോഗം, ക്യാൻസർ, കൊളസ്ട്രോൾ, സൈനസ്. വൃക്കരോഗം.